ഇവിടേക്ക് ആനയും കാട്ടുപോത്തും മാനൊക്കെ നീന്തി വരുന്നത്. അപ്പൊ അത് നമ്മുടെ ജംഗിൾ സഫാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ കേട്ടാ. ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് വന്നത്. ഇതേപോലെ ഒരു ബസ്സിന് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും കൊണ്ടുപോകണത്. കൂടെ 2 ഗൈഡും ഉണ്ടാവും. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് 2:30ക്കാണ്. തിരിച്ചു വരുമ്പോൾ നൈറ്റ് ആവും എന്നാണ് പറയണത്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആനിമൽസ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം 6 o'clock ശേഷം ഏത് വെഹിക്കിളും അലൗഡ് അല്ല. അപ്പോൾ അത് 6 o'clock ശേഷം വരുമ്പോൾ നമുക്ക് ഈവനിങ് ഡസ്റ്റ് ടൈമാണ്. അപ്പോൾ ആനിമൽസ് കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിൽ കളയാൻ. ആനിമൽസ് കാണുമ്പോൾ അത്രയും നിശബ്ദതയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടുത്ത് കാണും. തമിഴിലെ ചൊല്ലണമാ. டோட்டலாக வந்து 643 ஸ்கொயர் கிலோமீட்டர் இருக்குது நம்ம பரங்குளம் டைகர் ரிசர்வ். அதில் பார்த்தீங்கன்னா ஒரு 56 கிலோமீட்டர் தான். 56 കിലോമീറ്റർ നമ്മൾ ചുറ്റിച്ചാപ്പം അതിൽ வந்து ഒരു 5 പ്ലേസ് இருக்குது, 2 ഡാം. അങ്ങനെ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മയിലും അവിടെ കുറെ മാനുകളൊക്കെ നിൽപ്പുണ്ടായിട്ടാ. ഇപ്പൊ ഈ കാണാന്ന് വെച്ചാൽ ഒരു സാമ്പാടിയറിന്റെ ഡെഡ് ബോഡിയാണ് കേട്ടോ. ഏതോ ടൈഗർ അറ്റാക്ക് ചെയ്തെന്നാ പറഞ്ഞത് കേട്ടു. തമിഴ്നാട് പട്ടേരിയ വന്നിട്ട് കേരള. അപ്പൊ അതേ നമ്മുടെ ജംഗിൾ സഫാരിയുടെ ഫസ്റ്റ് പോയിന്റ് ആണത്. ഇതാണ് തൂണക്കടവ് ഡാം. നമ്മുടെ ഈ ജംഗിൾ സഫാരിയിലെ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഒരു വലിയ ഒരു തേക്ക് മരം കാണാനായിട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണ വഴിയാണ്. ഇവിടെ ഇഷ്ടം പോലെ കാട്ടുപോത്തും പിന്നെ അപ്പുറത്തൊക്കെ കുറെ മ്ലാവ് എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാ ഡിയർ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേ അങ്ങോട്ടേക്ക് പോണ റൂട്ടാണിത്. ഇവിടെ ഇഷ്ടം പോലെ തേക്കാണ്. പണ്ട് കാലത്ത് ഗവൺമെന്റ് തന്നെ വെച്ച് പിടിപ്പിച്ചിരുന്നതാണ്. പിന്നെ ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടലൊക്കെ നിർത്തലാക്കിയ പിന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് വളരാൻ തുടങ്ങിയതാണ്. അപ്പൊ ദേ ഇതാണ് കേട്ടോ ആ തേക്ക് മരം. കന്നിമരം ടീക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 450 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തേക്ക് മരം ഉണ്ടത്. 1994 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന് മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 162 ഫീറ്റ് വരെ ഹൈറ്റും വരുന്നുണ്ട്. ഈ വഴിയൊന്ന് നോക്കിയേ, എന്നാ സൗണ്ട് അല്ലേ കാടിന്റെ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ്ങിന്റെ 2ാമത്തെ സ്റ്റോപ്പ്. ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഡാമില്ലേ, തൂണക്കടവ് ഡാം, അതിന്റെ റിസർവോയറാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് നമ്മൾ കുറച്ചു നേരം നിർത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബാംബു റാഫ്റ്റിങ്ങിനാണ് കേട്ടോ. അതേ നമ്മൾ പോണ വഴി കണ്ടതാണ് കേട്ടോ. കുറെ കാട്ടുപോത്തും അതിന്റെ തൊട്ടപ്പുറത്ത് മ്ലാവും ഒക്കെ നിൽപ്പുണ്ട്. അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പൊ നമ്മ പോണ വഴി നമ്മുടെ വഴി മുടക്കിയിട്ട് മയില് പണ്ടിട്ടാ വീഡിയോ ഇടത്ത് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ക്യാമറ വലിയ ക്ലാരിറ്റി സൂം ചെയ്ത ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല. അതിന്റെ സൈഡിൽ തന്നെ അത് ഇഷ്ടം പോലെ മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തായിട്ട് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിക്കുളം ഡാമിന്റെ റിസർവോയറിലാണ് അടുത്ത പരിപാടി. പിന്നെ നമ്മൾ പോകുന്നത് ഈ സ്ഥലത്തിലാണ്. അപ്പൊ നമ്മൾ ഈ മുള കൊണ്ട് കെട്ടിയിട്ടുള്ള ചങ്ങാടത്തിലാണ് ഇനി ഇതിന് പോകുന്നത്. ഈ ഡാമിലെ വെള്ളം ഫുള്ളും കുടിവെള്ളത്തിന് യൂസ് ചെയ്യണതാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇവിടെ യമഹ വെച്ചിട്ടുള്ള മോട്ടർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല. ഫുള്ള് തുഴഞ്ഞുള്ള സെറ്റപ്പ് തന്നെയാണ്. ഫ്രഷ് വാട്ടറാണ്. നമ്മൾ ഈ തുഴഞ്ഞു പോണതിൻ്റെ അടുക്ക് അവിടെ ഒരു മുതല നിൽപ്പുണ്ടായിട്ടാ കരയുടെ സൈഡിൽ. ഒരു വെള്ളത്തിന് നടക്കുന്ന ഒരു ദ്വീപാണ്. അതിലൊരു 5 പേര് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ബോട്ടില് നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്യണം. ഞങ്ങൾ 5 പേര് കൂടെ ഉണ്ടാവും. 5 പേർക്ക് 10,700 രൂപ വിത്തൗട്ട് ഫുഡാണ്. ഇതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് പോകണം. അവിടെ പാകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ 5 പേര് ഒരു ഗൈഡും ഉണ്ടാകും കൂടെ. ഞങ്ങൾ 6 പേര്, നിങ്ങൾ 5 പേര്. ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് പോകും. രാവിലെ 9 മണിക്ക് തിരിച്ചു പോകും. ആ ദ്വീപിലേക്ക് ആനയും കാട്ടുപോത്തും മാനൊക്കെ നീന്തി വരുന്നത്. ഇതാണ് കേട്ടോ പറമ്പിക്കുളം ഡാം. നമ്മൾ നേരത്തെ പാമ്പ് റാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിൻ്റെ റിസർവോയറിലാണ് കേട്ടോ. ഈ ഡാമിൽ ധാരാളം മുതലകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ബാമ്പു റാഫ്റ്റിങ്ങിന് പോയപ്പോൾ തന്നെ ഒരെണ്ണത്തിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയമൊക്കെ ആണെങ്കിൽ കുറേ ഇഷ്ടം പോലെ കരയിൽ വെയിൽ കൊള്ളാനായിട്ട് കയറി കിടക്കുമെന്ന് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് പോയിന്റിലെത്തിക്കുകയാണ്. 6:30 ആകുമ്പോൾ ഇവിടെ ഒരു ട്രൈബൽ ഡാൻസ് ട്രൈബൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ 6:30 ആവണ വരെ വെയിറ്റ് ചെയ്യണം. 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും മത്സരിച്ചെറിയാണ്. ഹായ്. അപ്പോൾ നമ്മൾ ചോറ് നടക്കാൻ അറിയാണ്ട. ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ശരിക്കും. പിന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ സൈഡിൽ അമ്പലമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മയിലുണ്ട് കേട്ടോ അവിടെ. മയിലും കാട്ടുപോത്തും. കാട്ടുപന്നി. ഇപ്പൊ 2 ഞങ്ങളുടെ ഒരു ഓടി വന്നുള്ളു. കുത്തിക്കൊന്നളയത്. നമ്മുടെയൊക്കെ നാട്ടിൽ കോഴികൾ നടക്കുന്ന പോലെ കേട്ടോ ഇവിടെ മയിലുകൾ നടക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തും ആ വീടിൻ്റെയൊക്കെ മുകളിലായിട്ട് കുറേ ഇരിപ്പുണ്ടായിരുന്നു. 2 ട്രൈബൽ ഡാൻസ് ഇവിടെ തുടങ്ങിയേട്ടാ.
നമ്മുടെ ട്രൈബൽ ഡാൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനാണ്. ഇപ്പൊ ഏകദേശം 7 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ അനിമൽസ് ഒരുപാട് സ്പോട്ട് ചെയ്യുമെന്നാണ് ഗൈഡ് പറഞ്ഞേട്ടാ. இப்போ அடிச்ச பிளாஸ்டிக் யாரும் வளையல கலையல பிளாஸ்டிக் எதுவும் வளைய போட்டுறாதீங்க. நைட்ல நடமாடுற அனிமல்ஸ் பார்க்கறதுக்கு வாய்ப்பு ஜாஸ்தி. அப்ப அதனால பார்த்தாலே சைலண்டா பாருங்க. അപ്പൊ അതേ നമ്മൾ വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഇത് കണ്ട ഇഷ്ടം പോലെ കാട്ടുപോത്തുണ്ടായിട്ടാ. നമ്മൾ റോഡിന്റെ ക്രോസ് ആയിട്ട് നിൽക്കണായിരുന്നു. വണ്ടി വന്നപ്പോൾ ജസ്റ്റ് സൈഡിലോട്ട് മാറിയതാണ് ഇതെല്ലാം. വീഡിയോയിൽ കാണുന്ന പോലെ അല്ലട്ടാ, നല്ല സൈസ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സഫാരി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയേട്ടാ. ഇവിടെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡാണ്. അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. പെർ ഹെഡ് 200 വന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് അവിടെ കസ്റ്റർഡ്? ഇതാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച ക്യാൻറ്റീൻ കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഇനി ഇതേ ഇരുട്ടത്തെ കൂടി നടന്ന് അറ്റം വരെ പോകണം. ഇവിടെ ലെപ്പേർഡും കരടിയൊക്കെ ഇറങ്ങുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് പരിപാടി തീർന്നു. ഒരു അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. നമുക്ക് ഏകദേശം ഒരു 2:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 8 മണി ഏകദേശം. അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. ഡെയിലി ബാംബൂ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇവിടുത്തെ ടെൻറ്റ് ഹൗസ് ആയാലും ബാക്കി സ്റ്റാഫ് ആയാലും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എന്തായാലും ഞങ്ങളിതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളിയായിരുന്നു. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്തായാലും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പോൾ ഇനി നാളെ എന്തോ ബേർഡ് വാച്ചിങ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നാളത്തെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.